വിൻ്റർ ക്രോപ്പാണ്. ഇതൊക്കെ നമ്മൾ ഡിസംബറിൽ നട്ടതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിന്ന് നമ്മുടെ ആദ്യത്തെ വിൻ്റർ ക്രോപ്പ്, ആദ്യത്തെ ഗാർഡനിൽ ആദ്യത്തെ വിൻ്റർ ക്രോപ്പ് ഹാർവെസ്റ്റിംഗ് ആണ്. സോ ഐ എം സോ സൂപ്പർ എക്സൈറ്റഡ്. അപ്പോൾ ഇത് നമ്മുടെ ഹെർബ് ഗാർഡൻ നമ്മൾ നട്ടത്. അപ്പോൾ ഇത് ഫെനല് ആൻഡ് ദെൻ ദിസ് ഇസ് ഡിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബേക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫെനൽ ഞാൻ സ്റ്റെം എടുക്കുന്നില്ല, ബിക്കോസ് അതിപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ. സോ ഐ എം ഗോയിങ് ടു ടേക്ക് സം ലീവ്സ് ഓഫ് ദ ഡിൽ. അപ്പോൾ നമ്മുടെ ചിക്കനിലൊക്കെ ഇടാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ഐ എം ഗോയിങ് ടു ജസ്റ്റ് ടേക്ക് സം ലീവ്സ്. ആവശ്യത്തിന് മാത്രം നമ്മളിങ്ങനെ ഔട്ട്സൈഡിൽ നിന്ന് എടുക്കും. സോ ഇൻസൈഡിൽ നിന്ന് അത് വന്നോളൂ. അപ്പോൾ ഇതൊക്കെ കട്ട് ആൻഡ് കം അഗൈൻ ക്രോപ്പാണ്. സോ വി ക്യാൻ ജസ്റ്റ് കട്ട് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഗ്രോ. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഡില്ല് ഞാൻ എടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ഡില്ലെടുത്തു, സിലാൻഡർ കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ കറിയിലൊക്കെ നമുക്ക് ഇടാം ഗാർണിഷിന്. ജസ്റ്റ് ഗോയിങ് ടു ടേക്ക് സം. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടെ സ്പ്രിങ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് സ്പ്രിങ് ആണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് വേഗം സീസൺ കഴിഞ്ഞു പോകും. സോ ഇനി നമ്മൾ നമ്മുടെ സാലഡിൻ്റെ ബെഡിലേക്ക് വന്നിട്ട് കുറച്ച് ലെറ്റസ് എടുക്കാമെന്ന് വെച്ചു. ഇത് ലെറ്റസ്, അപ്പോൾ ഇത് കട്ട് ആൻഡ് കമ്മാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇതിൻ്റെ പുറത്തത്തെ ലീഫ് എടുക്കും, അകത്തത് നമ്മൾ സോ ഇറ്റ് വിൽ ഗ്രോ അഗൈൻ. ഇപ്പം നമ്മളിപ്പോൾ എടുക്കുമ്പോൾ കണ്ടില്ലേ, കുഞ്ഞ് ലീഫ് അവിടെ നിർത്തും, വലിയ ലീഫ് മാത്രം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ആദ്യത്തെ ഹാർവെസ്റ്റാണ് നമ്മുടെ. അപ്പോൾ നമ്മുടെ വിൻ്റർ ക്രോപ്പുകൾ നല്ല സക്സസ്ഫുള്ളായി. ഇനി നമ്മുടെ സ്പ്രിങ് നമ്മൾ നട്ടിട്ട് അപ്പോൾ സി ഹൗ ദാറ്റ് ഗോസ്. അപ്പോൾ എല്ലാ ബിഗ് ലീവ്സും നമ്മളിങ്ങനെ എടുക്കും, സ്മോൾ ലീവ്സ് നമ്മളവിടെ വയ്ക്കും. അപ്പോൾ ഇതിന് പറയുന്നത് ദ മോർ വി കട്ട് ദ മോർ ഇറ്റ് കംസ്, ദ ലെസ് വി കട്ട് ദ ലെസ് ഇറ്റ് കംസ്. പലതവണയായിട്ട് നമുക്ക് വന്ന് കട്ട് ചെയ്യാം. ഓരോ പ്രാവശ്യത്തൊക്കെ ഉള്ളത് മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാം. പിന്നെ നമ്മുടെ കെയില് വന്നേ ഉള്ളൂ, കാരണം വിൻ്ററിൽ നടുമ്പോഴത്തേക്കും കെയില് കുറച്ച് സ്ലോ ആയിരിക്കും, കാരണം തണുപ്പാണല്ലോ. പക്ഷെ സ്പ്രിങ്ങിൽ നമ്മൾ കെയില് നടുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വരും. അപ്പോൾ ഞാൻ വലിയ ലീഫുകൾ എടുക്കുവാണ്. ചെറിയ ലീഫുകൾ അവിടെ വയ്ക്കും. സോ ഇറ്റ് വിൽ കം അഗൈൻ. ആൻഡ് ദെൻ നമ്മുടെ കൊള്ളാഡ് ഗ്രീൻസ് നന്നായിട്ട് വലുതായിട്ടുണ്ട്. അപ്പോൾ അത് ലീഫ്, വലിയ ലീഫുകൾ നമുക്കിങ്ങനെ എടുക്കാം. ഇങ്ങനെ ഔട്ട്സൈഡിൽ നിന്നാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. കുഞ്ഞ ഇലകൾ നമ്മൾ എടുക്കില്ല, വലിയ ഇലകൾ നമ്മൾ എടുക്കും. നമുക്ക് സാൻഡ്വിച്ച്, സാലഡിലൊക്കെ ഇട്ട് റിയലി ഗുഡ്. ഇത് നമ്മുടെ പാഴ്സലിയാണ്. സീ ഹൗ ബ്യൂട്ടിഫുൾ. ഇതൊക്കെ നമ്മുടെ വിൻ്ററിൽ നമ്മൾ നട്ടതാണ് പാഴ്സലി. സോ വാട്ട് വി ഗോയിങ് ടു ഡു ഈസ് പാഴ്സലി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ആവശ്യത്തിന് മാത്രം നമ്മൾ എടുക്കും. കാരണം നമ്മളിത് കട്ട് ചെയ്തില്ലെങ്കിൽ it will think that it's time for it to
മേക്ക് സീഡ്സ് ആൻഡ് ഫ്ലവേഴ്സ്. അപ്പോൾ പിന്നെ നമുക്ക് ലീഫ് കിട്ടൂല. സോ വി ഹാവ് ടു കീപ്പ് കട്ടിങ്. എന്ത് ഫ്രഷ് ആണെന്ന് നോക്കിയാൽ നമ്മുടെ ഗാർഡനിൽ ആകുമ്പോഴത്തേക്കും ഐ എൻകറേജ് everyone to have a small garden so that നല്ല ഫ്രഷ് ആയിട്ടുള്ള നമുക്ക് ചെയ്യാം. ഇത് നമ്മുടെ റാഡിഷാണ്. ഇത് വിൻ്ററിൽ നട്ട റാഡിഷാണ്, ഡിസംബറിൽ. ഇത് പക്ഷേ എൻ്റെ സെക്കൻഡ് സക്സഷൻ റാഡിഷാണ്. സീ ഹൗ ദ ഡിഫറൻസ്. ഇത് നമ്മൾ കുറച്ച് തണുപ്പ് കുറഞ്ഞപ്പോൾ ഇട്ടതാണ് ഫെബ്രുവരിയിൽ. സീ മാർച്ച് ആയപ്പോഴത്തേക്ക് ഇത്രയും ബിഗായി. ഓൺ ദി അതർ ഹാൻഡ് നമ്മുടെ ഡിസംബറിൽ നട്ടത് ഇങ്ങ് വന്നേ ഉള്ളൂ, കാരണം ഇപ്പോഴാണല്ലോ തണുപ്പ് മാറി അതിൻ്റെ ഡോർമൻസി ബ്രേക്ക് ചെയ്യണത്. സോ ഇതിൻ്റെ ലീഫ് എഡിബിളാണ്, റൂട്ടും എഡിബിളാണ്. സോ വാട്ട് വി വിൽ ഡു ഇസ്, ഇത് കണ്ടോ ഇപ്പം ഇങ്ങനെ കാണും. അപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോഴാണ് we know that it's ready. Even though the leaves are small, ഇതിൻ്റെ ലീവ്സ് നല്ല യമ്മി ആയിരിക്കും because it's very tender. So we just slowly ഇങ്ങനെ take it out of the ground. എന്നിട്ട് ഞാനിവിടെ അടുത്തത് ഇട്ട് കൊടുക്കും. സീ ഉണ്ടോ, സോ ബ്യൂട്ടിഫുൾ. ഇനി അടുത്തത് നമുക്കിത് നല്ല വലുതാണ്. സോ വി ക്യാൻ ജസ്റ്റ് ടേക്ക് ഇറ്റ്. അപ്പോൾ ഇത് അതിൻ്റെ ലീഫ് വലുതാകുമ്പോഴത്തേക്കും കണ്ടോ ഇത് ചെറുതാവും. അപ്പോൾ ഇതിന് ഞാൻ ഫെർട്ടിലൈസർ കൂടുതലിട്ട് കൊടുത്തിട്ടായിരിക്കും. നൈട്രജൻ കൂടിയ ലീവ്സ് വലുതാവും, റൂട്ട് കുറയും. ഇതിനിപ്പോൾ ആയി വന്നേ ഉള്ളൂ, കണ്ടോ ചിലത് ആയിട്ടില്ല. പക്ഷെ നമുക്ക് ഇതിൻ്റെ ലീഫ് എടുക്കാം. അപ്പോൾ ഇങ്ങനെ കാണുന്നത് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ കണ്ടോ ഇത് കാണുന്നുണ്ട്, പക്ഷേ I'm going to leave it there for a little bit more. അപ്പോൾ കുറച്ചും കൂടി വലുത് നമുക്ക് കിട്ടും. ഇത് കാണുന്നത് മാത്രം നമുക്ക് വലുതെടുക്കാം. ഇത് ഓൾമോസ്റ്റ് ഗുഡ് സൈസാണ്. സോ we'll just take this. ഇത് ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഇതിൻ്റെ ലീഫ് നമുക്ക് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നമുക്കിവിടെ സക്സഷൻ പ്ലാന്റിങ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലീവ് ചെയ്യാം, കാരണം കുറച്ചും കൂടി വലുതാവാൻ വേണ്ടിയിട്ട്. ശരിക്കും 45 ഡേയ്സിന് എടുക്കാമെന്നാണ്, പക്ഷേ 45 ഡേയ്സ് ആകുമ്പോൾ വളരെ ചെറുതായിരിക്കും. ഇനി നമ്മുടെ സെക്കൻഡ് ചെയ്തത് നമുക്ക് നോക്കാം. ഇത് വേറൊരു വെറൈറ്റിയാണ്. We'll take some from here. ഇലകൾ കുറേ ഉള്ള കാരണം നമ്മൾ സൂക്ഷിച്ചിട്ട് ഇത് നല്ല ഡീസൻറ്റ് സൈസാണ്. വലുത് മാത്രം നമുക്ക് എടുക്കാം. ഇതിൻ്റെ എല്ലാം കൂടി നമ്മൾ എടുക്കേണ്ട, നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് സെക്കൻഡ് വന്ന് നമുക്ക് പിന്നെ എടുക്കാം. ഞാനിങ്ങനെ വല്ലതും ഇങ്ങനെ കാണുന്നുണ്ടോ എന്ന് നോക്കുവാണ്. ബേബി റാഡിഷാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ആയിട്ട് ഇതിനെ നമുക്ക് ചെയ്യാം. നമ്മുടെ ബീറ്റ് വളർന്ന് വരുന്നുണ്ട്. സോ നെക്സ്റ്റ് ഹാർവസ്റ്റ് നമുക്ക് ബീറ്റ് ചെയ്യാം. ഇതൊക്കെ എൻ്റെ സെക്കൻഡ് സക്സഷനാണ്. അത് നമ്മുടെ സ്പിനച്ച്. അപ്പോൾ ഇന്ന് ഞാൻ സ്പിനച്ച് എടുക്കുന്നില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് സ്പിനച്ച് എടുക്കാം. നമ്മുടെ റാഡിഷ് സോ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വിൻ്റർ
ക്രോപ്പാണ്. റാഡിഷും നമ്മുടെ സിലാൻട്രോ, പാഴ്സ്ലി, ഡില്ല്, കൊളാഡ് ലീഫ്, കെയില്, ലെറ്റസ്. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് നമ്മുടെ ആദ്യത്തെ ഗാർഡൻ സംരംഭം നമ്മുടെ വിൻ്ററിൽ ആണ് ഞാൻ തുടങ്ങിയത്. ആൻഡ് സോ ദിസ് ഇസ് ഫ്രം ദ ക്രോപ്പ്. പിന്നെ സ്പിനച്ചും ഒക്കെ നമ്മൾ ഉണ്ട്, അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇതിൻ്റെ 1/4 മാത്രമേ നമ്മളിന്ന് ഹാർവെസ്റ്റ് ചെയ്തുള്ളൂ. ആൻഡ് സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.